ഹായ്. അപ്പോൾ നമ്മളുടെ ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ബിരിയാണി ഇവിടെ സെറ്റാണ്. പിന്നെ നമ്മുടെ ഫിഷ് ഇവിടെ വറുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഫിഷ് നമുക്ക് പുരട്ടി വെക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെപ്പർ, അതുപോലെ തന്നെ ഒരല്പം മല്ലിപ്പൊടിയും ഒരല്പം ഗരം മസാലയും. ഈ പൊടിയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ ഫിഷ് നന്നായിട്ട് പുരട്ടി വെക്കാം. അപ്പോൾ ഞാനിവിടെ വാളക്കൂരിയാണ് എടുത്തിരിക്കുന്നത്. വാളക്കൂരി ഞാൻ നേരത്തെ ചില റെസിപ്പീസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല നെയ്യുള്ള മീനാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇതുകൊണ്ട് ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പുരട്ടി വെക്കാം. അപ്പോൾ ഇതാ ഞാൻ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൽ നിന്ന് നെയ്യ് നന്നായിട്ട് ഇറങ്ങി വരും. അതുകൊണ്ട് തന്നെ എണ്ണ അധികം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മറ്റൊരു പാനിൽ നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് ബിരിയാണി സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ നെയ്യ് ഒഴിച്ചു. ഞാൻ 1/2 ടീസ്പൂൺ നെയ്യേ ഒഴിച്ചിട്ടുള്ളൂ, 1 ടീസ്പൂൺ നെയ്യേ ഒഴിച്ചിട്ടുള്ളൂ. ബാക്കി നമ്മളുടെ സംഭവങ്ങളൊക്കെ പട്ട, ഗ്രാമ്പു, ഏലക്ക, ഒരല്പം ജീരകം ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തു. ഒരല്പം സവാളയും ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് എൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രൗണിഷ് ആകുമ്പോഴേക്കും നമുക്ക് നമ്മളുടെ കഴുകി വെച്ച ബിരിയാണി റൈസ് അതിലേക്കിടാം. അപ്പോൾ ബിരിയാണി റൈസ് നന്നായിട്ട് വഴറ്റാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. എത്രയാണോ നിങ്ങൾ അരി എടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നാണല്ലോ. അപ്പോൾ നമ്മുടെ ഫിഷ് അവിടെ ഫ്രൈ ആയി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉപ്പും ചേർത്ത് നമ്മളുടെ അല്പം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. അത് ഞാൻ കളറിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഇടുന്നത്. അപ്പോൾ ബിരിയാണി അവിടെ റെഡി ആവട്ടെ. അപ്പോൾ നമ്മളുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മല്ലിയില കുറച്ച് വിതറി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും ഞാൻ ഇതിൽ ഡെക്കറേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം പോലെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഒന്ന് മല്ലിയില ഞാൻ ഇട്ടിട്ടുണ്ട്. മല്ലിയിലേൻ്റെ ഫ്ലേവർ ഒന്ന് അതിലേക്ക് ഇറങ്ങട്ടെ. അപ്പോൾ ഒന്നുകൂടി അപ്പോൾ ഞാൻ ഈ ബിരിയാണിയിൽ അധികം നെയ്യ് ഒഴിച്ചിട്ടില്ല. ഒരു ടീസ്പൂൺ നെയ്യ് ഞാൻ അതിലേക്ക് ഒഴിച്ചുള്ളൂ. കാരണം നമ്മുടെ ഫിഷ് വാളക്കൂരി ഫിഷാണ്. അപ്പോൾ അതിൽ നല്ല നെയ്യുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ നെയ്യ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് മത്ത് പിടിക്കുമല്ലോ ബിരിയാണി. ബിരിയാണി മത്ത് പിടിക്കുന്നത് എനിക്കത്ര ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം ഇതാക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഫിഷ് ഇവിടെ കോരി മാറ്റി വെക്കാം. അപ്പോൾ ഇതേ എണ്ണയിൽ തന്നെയാണ് നമ്മളുടെ സവാള സവാളയും മറ്റ് മസാല നമ്മൾ ഇതേ എണ്ണയിൽ തന്നെ നമ്മൾ ഫിഷ് ബിരിയാണി ആക്കുന്നവർക്ക് അറിയാം. നമുക്ക് അതേ എണ്ണയിൽ തന്നെ നമുക്ക് ചെയ്തെടുത്താലാണ് നല്ല ടേസ്റ്റ് വരിക. അപ്പോൾ ഞാനിതിപ്പോൾ വാളക്കൂരിനെ കൊണ്ടാണ് ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്നത്. നമുക്ക് ഏത് ഫിഷിനെ കൊണ്ടും നമുക്ക് ഫിഷ് ബിരിയാണി ഉണ്ടാക്കാം. ഈവൻ നമ്മളെ ചാള, മത്തി തലശ്ശേരിക്കാരുടെ മത്തിനെ കൊണ്ടും ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ അത് ഉണ്ടാക്കിയിട്ടില്ല. അയലേനെ കൊണ്ട് ഞാൻ ബിരിയാണി ഉണ്ടാക്കി. വെരി ടേസ്റ്റിയാണ്, നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മുടെ ഫിഷ് ഇതവിടെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ എണ്ണയിലേക്ക് നമ്മുടെ സവാള വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ സവാള ഞാൻ ഇതിലേക്ക് ഇടാൻ പോവാണ്. ഇത് 3 മീഡിയം സവാളയാണ് ഞാൻ സ്ലൈസായിട്ട് മുറിച്ചിരിക്കുന്നത്. അത് ഇതിലേക്ക് ഞാൻ ഫുൾ ഇടുന്നില്ല. കുറച്ച് നമ്മൾ സാലഡിന് വേണ്ടി ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ആ എണ്ണയിൽ തന്നെ നന്നായിട്ട് നമ്മുടെ സവാള വഴഞ്ഞു വരണം. അപ്പോൾ നമ്മുടെ സവാള വേഗം പെട്ടെന്ന് വഴഞ്ഞു വരാൻ നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കാം. വഴഞ്ഞു വരാൻ ഞാൻ ഇത് മൂടി വെക്കുകയാണ്. എന്നിട്ട് തീ കുറച്ച് കൊടുത്തിട്ട് അതവിടെ നിന്നാവട്ടെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര ടാസ്ക് പരിപാടിയാണ്. അപ്പോൾ വഴറ്റിക്കൊണ്ടിരുന്നാൽ പെട്ടെന്നാവും. എന്നാലും നമുക്ക് ബാക്കി പരിപാടികൾ അതിൻ്റെ ഇടയിൽ നോക്കാം. ഇഞ്ചി പച്ചമുളക് ചതച്ചത് വേണം. പിന്നെ ഞാൻ 2 പച്ചമുളകാണ് ഇട്ടത്. എരിവിനനുസരിച്ച് എൻ്റെ ഉണ്ടമുളകാണ്, നല്ല എരിവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു 1.5 തക്കാളി എടുത്തിട്ടുണ്ട്. അത്രയുമാണ് ഐറ്റംസ്. പിന്നെ ഇത് വാടി വന്നു കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിലേക്ക് ബാക്കി ചേരുവകൾ ചേർക്കാൻ. അതിനിടയിൽ ഞാൻ ചോറ് ഒക്കെ മറന്നു. അപ്പോൾ നമ്മളുടെ മല്ലിയില നന്നായിട്ട് ഫ്ലേവർ അതിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നമുക്കിത് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഫിഷ് നേരത്തെ ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് പെപ്പർ, പിന്നെ ഞാൻ മല്ലിപ്പൊടി അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഈ മല്ലിപ്പൊടി ഞാൻ ഇടാറില്ല, അപ്പോൾ പുതിയ പരീക്ഷണം നമുക്ക് നടത്തി നോക്കാമല്ലോ. ഇച്ചിരി മല്ലിപ്പൊടി ഇട്ടുള്ളൂ, പിന്നെ ഗരം മസാലയും ഇതൊക്കെ ചേർത്തിട്ടാണ് ഞാൻ നമ്മളുടെ ഫിഷ് നന്നായിട്ട് പുരട്ടി വെച്ചിട്ട് ഫ്രൈ ചെയ്തത്. അപ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഫിഷിൻ്റെ ഇതിന് ഒരു നെയ് മണമുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് മാറിക്കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ മല്ലിയും ഗരം മസാലയൊക്കെ അതിൽ ചേർത്തത്. പല ആൾക്കാരും പല രീതിയിൽ ഫിഷ് ഫ്രൈ ചെയ്യാറുണ്ട്, അപ്പോൾ അത് ഓരോ ടേസ്റ്റ്. അപ്പോൾ ഞാൻ എൻ്റെ പുതിയൊരു പരീക്ഷണം നടത്തി നോക്കിയതാണ്. അപ്പോൾ നിങ്ങൾ അത് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമ്മളുടെ സവാള നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പച്ചമുളക് മാറിക്കഴിഞ്ഞ ശേഷം 2 പച്ചമുളകാണ്, ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്, അതും ഞാൻ ഇട്ട് കൊടുത്തു. ഇനി വേണ്ടത് നമുക്ക് 1.5 തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് ഇത് മാറും കുറയുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരണം. അപ്പോൾ ഒരല്പം മഞ്ഞൾപ്പൊടിയും ഒരല്പം ഗരം മസാലയുമാണ് ഞാനിതിൽ, വേറെ ഒരു പൊടിയും ഞാൻ ഇടുന്നില്ല. ഇത് മാത്രം ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മളുടെ തക്കാളിയും എല്ലാം നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. അതിനു മുന്നേ ഇച്ചിരി വെള്ളം ഒഴിക്കും. അപ്പം ഇനി നമുക്ക് ലാസ്റ്റ് ഒരു പരിപാടിയും കൂടി. ഈ സമയത്ത് നിങ്ങൾ ഉപ്പും മസാലയൊക്കെ നന്നായിട്ട് കറക്റ്റാണോ എന്ന് കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇനി ഈ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ ഗ്രേവി ഇനി ഈ ഫിഷിൽ കുറച്ച് പിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് മൂടി വെക്കണം. നമ്മുടെ ഫിഷ് ഇട്ട് കൊടുക്കാം. എൻ്റെ ഫിഷൊക്കെ ഇങ്ങനെ ആ സവാളയും നമ്മളുടെ മസാല മുഴുവൻ എടുത്തിട്ട് നമുക്ക് ആ ഫിഷിലിങ്ങനെ പൊതിഞ്ഞ് വെക്കാം. ഇതുപോലെ എല്ലാ ഗ്രേവിയും ഫിഷിലിങ്ങനെ പൊതിഞ്ഞ് വെക്കണം. അപ്പോൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ് മൂടി വെച്ചാൽ മതി. ഇവിടെ സെറ്റായിട്ടുണ്ട് നമ്മളെ സാധനം. അപ്പോൾ നമുക്കിനി കഴിക്കാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ നമ്മളുടെ ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുള്ളത് ആവി പറക്കുകയാണ്. അപ്പോൾ ഞാനിത് ചൂടോട് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം നമുക്ക് ബിരിയാണി ഞാൻ കുറച്ചേ ഇപ്പോൾ എടുക്കുന്നുള്ളൂ, ബാക്കി ഞാൻ ക്യാമറക്ക് പിന്നിൽ ഞാൻ കഴിക്കുന്നതായിരിക്കും. എൻ്റെ വായിൽ നന്നായിട്ട് വെള്ളം മുറുക്കി കച്ചമറി ഞാൻ പിന്നെ എടുത്തോളാം. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി വാളക്കൂരീൻ്റെ സ്പെഷ്യാലിറ്റി നല്ല ടേസ്റ്റുള്ള മീനാണ്. അപ്പോൾ നല്ല കുറച്ച് നെയ്യൊക്കെ ആയിട്ടുള്ള മീനാണ്, വളർത്ത മീനാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ബിരിയാണിക്ക് ഏറ്റവും നല്ല മീനായിരിക്കും, കാരണം നെയ്യൊക്കെ ഉള്ളതുകൊണ്ട്. അതാണ് ഞാൻ ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്യുമ്പോഴാണ്, ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അതിനെ കൊണ്ട് അല്ലാതെ ഞാൻ ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ജ്യൂസി പോലെ ഇരിക്കും മീൻ കാണിച്ചു തരാം. നല്ല ജ്യൂസി പോലെ ഇരിക്കും മീൻ. നിങ്ങൾ ബിരിയാണിയിൽ നെയ്യ് ആക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ഫ്ലേവർ വേണ്ടതുകൊണ്ട് നെയ്യ് ആക്കണം എന്ന് പറയും, പക്ഷെ എന്നാലും നെയ്യാക്കിയിട്ടില്ല കുഴപ്പമേ ഇല്ല. ഈ മീനിൻ്റെ നെയ്യ് നല്ലോണം ഉണ്ട് കിടക്കുന്നു, നല്ല ടേസ്റ്റാണ്. ഇവിടെ നിന്ന് തീർക്കും ഉണ്ടോ മീൻ്റെ നെയ്യ് ഒടുക്കത്തെ നെയ്യാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഫിഷ് ബിരിയാണി. എല്ലാ ഫിഷും കൊണ്ട് നിങ്ങൾക്ക് പല ഫിഷ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫിഷ് ഏതാണോ അതുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കി നോക്കും. ഞാനിത് ഇവിടെ നിന്ന് വാങ്ങിക്കുന്ന മീനായതുകൊണ്ട് ഈ മീനിനെ പറ്റി പറഞ്ഞതാണ്. ഇപ്പോൾ അയലയാണെങ്കിൽ അയലേനെ കൊണ്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാം. അപ്പം ഒരു പുതിയ പരീക്ഷണങ്ങൾ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഡെയിലി വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഓക്കെ, ബൈ.